മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യമായി നമ്മുടെ അരികില് എന്നും വസിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വന്ന ഈശോയുടെ ദിവ്യകാരുണ്യ തിരുനാൾ നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യമക്കളോടൊപ്പമായിരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച ഈശോനാഥൻ ഒരപ്പമായി തീർന്ന് അവന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്, അവന്റെ കൂടെ ആയിരിക്കുകയാണ്. അതാണ് ദിവ്യകാരുണ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭ ഇന്ന് ദിവ്യകാരുണ്യ തിരുനാള്, പരിശുദ്ധ കുർബാനയുടെ തിരുനാള് കൊണ്ടാടുമ്പോൾ ഈ തിരുനാള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതഗന്ധിയായിട്ട് മാറണം. കാരണം പരിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. കുർബാനയില്ലാതെ ക്രൈസ്തവന് ഒരു ജീവിതമില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പഠിപ്പിക്കുന്നത്, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവര സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ദൈവത്തിന്റെ കരുണയൊഴുകുന്ന, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും ഒഴുകുന്ന കൃപാവര സിംഹാസനമാണ് പരിശുദ്ധ ബലിപീഠം. ആ ബലിപീഠത്തിന്റെ അരികിലേക്ക് പ്രത്യാശയോടെ കടന്നു ചെല്ലുന്നവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളും കരുണയും ഒഴുകും. എബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബലിപീഠത്തോട് ചേർന്ന്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം നമുക്ക് അനുഗ്രഹം വേണ്ടാത്ത സമയം ഏതാ ഉള്ളത്? ദൈവ അനുഗ്രഹം ഈ ലോകത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും ഉയർച്ചയോടും കൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ നമ്മളൊക്കെ മനുഷ്യരാണ്, ബലഹീനരാണ്. ദൈവത്തിന്റെ കരുണ ഓരോ നിമിഷവും നമുക്ക് ആവശ്യമാണ്. ഈ ദൈവ കരുണ ഒഴുകിയിറങ്ങുന്ന ബലിപീഠം, ദിവ്യകാരുണ്യം, കരുണ ലഭിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. കരുണയും കൃപാവരവും സ്വീകരിക്കുന്നതിന് വേണ്ടി ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യനോട് ദൈവത്തിനുള്ള അഗാധമായ സ്നേഹമാണ് ദിവ്യകാരുണ്യത്തിൽ നാം കാണുന്നത്. അവന്റെ ഒപ്പമായിരിക്കുവാനായിട്ടാണ് ഈശോനാഥൻ ആഗ്രഹിക്കുക. കാരണം അത്രമാത്രം അവൻ മനുഷ്യമക്കളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ അരികിൽ നിന്ന് ഒരിക്കലും മാറാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാ ഈശോനാഥൻ അപ്പത്തിൽ തന്നെ സമർപ്പിച്ച് ഈ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നത്? മനുഷ്യന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാ അപ്പം എന്ന് പറയുന്നത്. അപ്പമില്ലാതെ, ആഹാരമില്ലാതെ മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരപ്പത്തിന്റെ രൂപത്തില്, ആഹാരത്തിന്റെ രൂപത്തില് ഈശോനാഥൻ കടന്നു വരുന്നത്. ദിവ്യകാരുണ്യമില്ലാതെ ക്രൈസ്തവൻ ജീവിക്കാൻ പാടില്ല എന്നുള്ളതാ അതിന്റെ അർത്ഥം. ദിവ്യകാരുണ്യമില്ലാതെ ക്രൈസ്തവന് ജീവിതമില്ല. ഭക്ഷണം കഴിക്കാതെ ഒരുവൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരുവന്റെ ജീവനെ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം അവന്റെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ നിന്റെ ആത്മീയ ജീവിതത്തിന്, നിന്റെ ഭൗതിക ജീവിതത്തിനും ദിവ്യകാരുണ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് നീ മറന്നുപോകരുത്. അതറിയാവുന്ന ഈശോനാഥൻ അപ്പത്തിൽ തന്നെ നിക്ഷേപിച്ച് ഒരു ആഹാരത്തിന്റെ രൂപത്തില് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാനയിൽ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അപ്പം ഒരപ്പമായി തീരുന്നതിന്റെ പിന്നില് വലിയ വേദനയുടെ കഥയുണ്ട്. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്തെടുക്കുന്ന ഗോതമ്പ് അത് പൊടിച്ചെടുത്ത് അതിൽ നിന്ന് അപ്പം ഉണ്ടാക്കുന്നത്. കൃഷിക്കാരൻ ഗോതമ്പ് വയലില് നടണം, അതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. അത് പൊടിച്ചെടുക്കുന്നതിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്. അത് ഉണ്ടാക്കുന്നതിന്റെ പിന്നില് ഒരു അധ്വാനമുണ്ട്. ഈ അപ്പം അപ്പമായിത്തീരുന്നതിന്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. കഠിനാധ്വാനത്തിന്റെ, വിയർപ്പിന്റെ, കണ്ണുനീരിന്റെ, സ്വപ്നങ്ങളുടെയൊക്കെ വലിയ കഥ ഈ അപ്പത്തിന് നമ്മളോട് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലേക്കാണ് ഈശോനാഥൻ തന്നെ നിക്ഷേപിക്കുന്നത്, ഇറങ്ങി വരുന്നത്. ആ അപ്പത്തെ എടുത്ത ഈശോ തന്റെ ശരീരം ആക്കി മാറ്റുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, മനുഷ്യന്റെ വിയർപ്പിലേക്ക്, മനുഷ്യന്റെ അധ്വാനത്തിലേക്ക്, മനുഷ്യന്റെ സ്വപ്നങ്ങളിലേക്ക്, മനുഷ്യന്റെ കണ്ണുനീരിലേക്ക് തന്നെയല്ലേ അവൻ ഇറങ്ങി വരുന്നത്.
ഈ ദിവ്യകാരുണ്യത്തിൽ മനുഷ്യന്റെ കണ്ണുനീരുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ മനുഷ്യന്റെ സ്വപ്നങ്ങളുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൽ മനുഷ്യന്റെ അധ്വാനമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോനാഥൻ ദിവ്യകാരുണ്യമായിട്ട് ഈ അപ്പത്തെ മാറ്റുമ്പോൾ നമ്മുടെ അധ്വാനങ്ങളെയും നമ്മുടെ കണ്ണുനീരിനെയും നമ്മുടെ സ്വപ്നങ്ങളെയും കൂടെ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതല്ലേ എന്റെ അർത്ഥം. ഓരോ ദിവസവും പ്രഭാതത്തിൽ പരിശുദ്ധ അൽത്താരയുടെ മുൻപിലേക്ക് കടന്നു ചെന്ന് ബലിയർപ്പിച്ച് അപ്പത്തോടും വീഞ്ഞിനോടും നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാ ഇറങ്ങി വരുന്നത്. കാരണം മനുഷ്യനെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യനെ അത്രമാത്രം ഈശോനാഥൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യന്മാര് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഭയചകിതരായിരിക്കുക, വേദനിച്ചിരിക്കുക. അവരുടെ മുൻപിൽ ഈശോ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് താൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കൺമുൻപിൽ തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ജീവിക്കുന്നവനായിട്ട് കാണിച്ചു കൊടുക്കുക. പത്രോസ്ലീഹ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാം തിരുവചനം, ഞാൻ എന്റെ കർത്താവിനെ എന്റെ കൺമുൻപിൽ കാണുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. പത്രോസ്ലീഹ കർത്താവിനെ കൺമുൻപിൽ കാണുകയാണ്. പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് വലതുഭാഗത്തുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കൺമുൻപിൽ കാണത്തക്ക വിധത്തില് ഈ ദിവ്യകാരുണ്യ ഈശോനാഥൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരിക. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പതറിപ്പോകാതിരിക്കാൻ, തിന്മയിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ, പ്രലോഭനങ്ങളിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ, നാശത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ, സഹനങ്ങളിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ, രോഗങ്ങളിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും അധ്വാനങ്ങളിലും ഇല്ലായ്മയുടെ നടുവിലും പരാജയങ്ങളിലും നമ്മൾ പതറിപ്പോകാതിരിക്കാൻ ദിവ്യകാരുണ്യത്തിൽ അവിടെ നമ്മുടെ വലതുവശത്തുണ്ട്. ഈ ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ അരികിൽ തന്നെ, നമ്മുടെ കൺമുൻപിൽ തന്നെ കടന്നു വരികയാണ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിന്റെ 4-ാം അധ്യായം 4-ാം തിരുവചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിൽ ദിവ്യകാരുണ്യ ഈശോയാണ് ഉള്ളത് എങ്കിൽ ലോകത്തിലുള്ള ശക്തി, അത് പിശാചിന്റെ ശക്തി, അതിനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഈ ദിവ്യകാരുണ്യ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കുകയില്ല, ഒരു പരാജയത്തിനും സാധിക്കുകയില്ല, ഒരു തകർച്ചകൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യമായിരിക്കട്ടെ നമ്മുടെ ശക്തി. ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മൾ ഇന്ന് കൊണ്ടാടുമ്പോൾ ദിവ്യകാരുണ്യത്തിന് മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. എല്ലാ ദിവസവും നമുക്ക് ബലിയർപ്പിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് നമ്മുടെ വേദനകളെ ഏറ്റെടുക്കും, നമ്മുടെ കണ്ണുനീരിനെ ഏറ്റെടുക്കും, നമ്മുടെ ഇല്ലായ്മകളെയും കഷ്ടപ്പാടുകളെയും ഏറ്റെടുക്കും. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ കണ്ണുനീരിനെ, നിങ്ങളുടെ ഇല്ലായ്മകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ദിവ്യകാരുണ്യനാഥ, അനുദിനം ബലിയർപ്പിക്കുവാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. ബലിയോട് ചേർന്ന് നിൽക്കുവാനും ബലിപീഠത്തിൽ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും പൈശാചിക ശക്തികളും ഉപദ്രവങ്ങളും നാരികീയ ശക്തികളും രോഗങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.